സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിബൺ റോസ് ആണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രോസ് ഗർ റിബൺ ആണ്. സാധാ റിബണിലും ചെയ്യാൻ കേട്ടോ, ഭയങ്കര ഈസിയാണ്. 10 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ റിബൺ കട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രോസ് ഗൺ റിബൺ 1 ഇഞ്ചിൻ്റെയാണ്. 2 ഇഞ്ചിൻ്റെ ആണെങ്കിൽ നമുക്ക് 10 12 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഇനി 2 ഇഞ്ചിൻ്റെ ആണെങ്കിൽ അത് സൈസ് മാറും, അത് ശ്രദ്ധിക്കുക. ഇത് സാധാ റിബണിലും ചെയ്തെടുക്കുക. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് യൂസ് ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഏത് റിബണിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 3 പീസാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ദേ ഇതുപോലെ സെൻറ്ററിൽ തന്നെ മടക്കുക, തിരിച്ച് മടക്കിയെടുക്കുക. ദേ ഇതുപോലെ ആയി കിട്ടും. കണ്ടോ? ഇതാണ് നമുക്ക് സെൻറ്ററിൽ വരുന്ന ആദ്യത്തെ ഫോൾഡിങ്. ഇനി അതിൻ്റെ എഡ്ജെല്ലാം ഒരുപോലെ ആയിരിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 2 പീസില്ലേ, ആ 2 പീസും ബാക്കിൽ ഒരുപോലെ നമ്മൾ ബാക്കിൽ അതിൻ്റെ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുക വരാതെ ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന തൊട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ പുറകിൽ ഒരു അടുത്ത് പെറ്റൽസ് ചെയ്യാനായിട്ടാണ്. ഇതുപോലെ ഒന്ന് മടക്കി തിരിച്ച് മടക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് പിടിക്കുക. തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലുള്ളത്, അടുത്ത സൈഡിലുള്ളതും അകത്തേക്കാണ് മടക്കുന്നത്, പുറത്തേക്കില്ല. അകത്തേക്ക് മടക്കുക, പിന്നെ തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ റോസ് ഫ്ലവറില്ലേ, റോസൊക്കെ ഇങ്ങനെ മൊട്ടായിട്ട് നിൽക്കുന്നില്ലേ, അതേ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും മേളിൽ. ഇതുപോലെ കിട്ടും. അതിനുശേഷം നമ്മളുടെ കയ്യിൽ നിന്ന് ഇളകി പോകുന്നുണ്ടെങ്കിൽ നമുക്കുള്ള അലിഗേറ്റർ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് ഫിക്സ് ചെയ്തിട്ട് ഇത് ചെയ്യാം. എന്നിട്ട് എഡ്ജ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഒത്തിരി നമ്മൾ ഫോൾഡിങ്ങോ അങ്ങനെയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ പറയും ഇതിലെന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവർക്കും ചെയ്തിപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഗ്രോസ് ഗൺ റിബൺ ഉള്ളത് കൊണ്ട് ചെയ്തെന്നല്ലോ. ഇത് സാറ്റിൻ റിബണിൽ ചെയ്യാം. ഡബിൾ സൈഡ് സാറ്റിൻ റിബണിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. കാരണം ഡബിൾ സൈഡ് സാറ്റിൻ റിബൺ ആകുമ്പോൾ കുറച്ചുകൂടെ ഗ്ലേസിങ് ഉള്ളതാണ് കേട്ടോ. അതിൻ്റെ ഭംഗി ഇങ്ങനെ എടുത്ത് നിൽക്കും. എന്നിട്ട് അതിനെ ടൈ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ 2 സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ പുറത്തേക്ക് നിൽക്കുന്ന അതിൻ്റെ ഇതൊക്കെ ഇല്ലേ, ത്രെഡൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ ഗ്രോസ് ഗൺ റിബൺ കട്ട് ചെയ്യുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുത്ത് അങ്ങ് ഷേപ്പ് ആക്കുക. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താലും മതി. നമ്മൾ സാറ്റിൻ റിബണാണ് യൂസ് ചെയ്യുന്നത്, നമ്മളങ്ങ് ഉരുക്കി കൊടുക്കണം. വളരെ എളുപ്പമാണ്. നോക്കി, ഇപ്പോൾ കറക്റ്റ് ആ ഒരു പൂമൊട്ട് പോലെയില്ലേ. ഇനി നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് കൊടുക്കുന്നത്. അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക. ഞാനത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കവർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഗ്രോസ് ഗൺ റിബണാണ്. ജസ്റ്റ് ബാക്കിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി ഈ അലിഗേറ്റർ ക്ലിപ്പിൽ നമ്മൾ ആ പ്രസ് ചെയ്യുന്ന പോർഷനിലേ, അത് മാത്രം നമ്മൾ ഇതുപോലെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം അല്ല എങ്കിൽ നമുക്കതവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല എങ്കിൽ അതിന് വേണ്ടിയിട്ട് അകത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, മുകളിലേക്ക് ഒന്ന് കവർ ചെയ്യുക. ബാലൻസ് വരുന്നത് അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും കവർ ചെയ്യാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കവർ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ഫിനിഷിംഗ് ഉണ്ടാകും. എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മളെ ഫ്ലവർ ആദ്യം വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ലീഫായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ടൈ പോലെ നമ്മളൊരു ബോ പോലെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ എന്താണോ നമുക്ക് ചെയ്യാനിഷ്ടം അത് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്രോക്ക് നമ്മൾ ബാക്കിൽ ടൈ ചെയ്യില്ലേ, അതേ ഉള്ളൂ. നമ്മളെടുത്ത റിബണെ എന്ത് ചെയ്യുക, നേരെ സെൻറ്ററിൽ നിന്ന് ഇത് ചെയ്യുക. ജസ്റ്റ് സെൻറ്ററിലേക്ക് ഒരു ഫിംഗർ വയ്ക്കുക. ജസ്റ്റ് 2 സൈഡിൽ നിന്നും എടുത്ത് എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ടൈ ചെയ്യുമ്പോൾ അന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യുക. ഒന്ന് കെട്ടി കൊടുക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനകത്തുനിന്ന് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 2 ബോയിലും ഒരുപോലെയൊന്നും ആയിരിക്കില്ല, അത് ഇതുപോലെയൊക്കെ ഇരിക്കുകയുള്ളൂ. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കണം. അറേഞ്ച് ചെയ്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി വരുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് എത്രത്തോളം ഏത് രീതിയിൽ ലെങ്ത് വേണം, ആ ബോയുടെ ലെങ്ത് എങ്ങനെ ഇരിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് പല കളറിൽ ചെയ്തെടുക്കാം. ഞാനൊന്ന് ഒരു ചെറിയൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു. ഒരു 4-5 കളറിൻ്റെ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു പല കളറിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ബോയ്ക്ക് പകരം നമുക്ക് റിബൺ എന്ത് ചെയ്യാം, ഗ്രീൻ കളറ് ഫ്ലവറായിട്ട് ആ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഞാനവിടെ ഒട്ടിച്ചു. എന്നിട്ട് സെൻറ്ററിലേക്ക് ഞാനൊരു നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ കൊടുത്തു. ഈ ക്ലിപ്പ് സ്റ്റോണിന് പകരം ബീഡ്സോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നല്ലേ.
പ്രത്യേകിച്ച് നമ്മുടെ ഹെയർ അക്സസറീസ് ഇങ്ങനെ കാണുന്നതിനേക്കാളും ഹെയറിൽ വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒറിജിനൽ ഭംഗി അപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, വീതിയുള്ള റിബൺ, വീതി കുറഞ്ഞതോ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ബോയിനും ചെയ്യാതിരിക്കേണ്ട. നമുക്കുള്ള റിബണിനെ വീതി കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.